മാസപ്പടി കേസിൽ SFIO സാക്ഷികളെയും ED ചോദ്യം ചെയ്യും. CMRL എക്സാലോജിക് ദുരൂഹ സാമ്പത്തിക ഇടപാടുകളിൽ നിർണായക മൊഴികൾ നൽകിയവരാണ് സാക്ഷികൾ. 72 സാക്ഷികളാണ് കേസിലുള്ളത്. SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിച്ച ED വൈകാതെ പ്രതികളായ ശശിധരൻ കർത്തയ്ക്കും മുഖ്യമന്ത്രിയുടെ മകൾ T വീണയ്ക്കും ചോദ്യം ചെയ്യലിനെത്താൻ സമൻസ് നൽകും. മാസപ്പടി കേസിൽ SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇന്നലെ EDക്ക് ലഭിച്ചിരുന്നു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയായിരുന്നു പകർപ്പ് നൽകാൻ അനുമതി നൽകിയിരുന്നത്. കുറ്റപത്രത്തിന്റെ പകർപ്പ് പരിശോധിക്കുന്ന ED സാക്ഷിമൊഴികൾ സൂക്ഷ്മമായി വിലയിരുത്തും. ഇതിൽ പ്രധാന സാക്ഷികൾക്ക് ആദ്യം സമൻസ് നൽകും. ഇവരുടെ മൊഴികൾ കൂടി പരിശോധിച്ച് 13 പ്രതികൾക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമൻസ് നൽകും. ED കൊച്ചി യൂണിറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലുകൾക്ക് നേതൃത്വം നൽകും. SFIO കേസിലെ സാക്ഷികളിൽ പലരും ED കേസിലും സാക്ഷികളായേക്കും. SFIO അന്വേഷണത്തിന്റെ തുടർച്ചയായാണ് അന്വേഷണം എന്നതിനാൽ ED അന്വേഷണം അതിവേഗം പൂർത്തിയാക്കും. 114 രേഖകളും 72 സാക്ഷികളുമാണ് SFIO സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ളത്. കുറ്റപത്രം ഫയലിൽ സ്വീകരിച്ച കോടതി ഈ ആഴ്ച തന്നെ പ്രതികൾക്ക് സമൻസ് നൽകിയേക്കും. പ്രഥമ ദൃഷ്ട്യാ കുറ്റപത്രം നിലനിൽക്കുമെന്നും കോടതി കണ്ടെത്തിയിരുന്നു. നൽകാത്ത സേവനങ്ങൾക്ക് വീണ കൈപ്പറ്റിയത് 2,72,00,000 രൂപയാണെന്ന് വ്യക്തമായിരുന്നു. 1,72,00,000 രൂപ വീണയുടെ അക്കൗണ്ടിൽ എത്തിയെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വിവരങ്ങൾ. 182 കോടി രൂപ CMRL കള്ളക്കണക്കുകളിലൂടെ സമാഹരിച്ചിട്ടുമുണ്ട്. ജനം, കൊച്ചി.